അതോ വരുന്നു. നിങ്ങളെല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? പിന്നെ കാത്തിരിക്കായിരുന്നു. എന്താടാ മോനെ നിന്റെ മുഖത്തിനൊരു ക്ഷീണം? അമ്മേ, കൗൺസിലിംഗ് അല്ലായിരുന്നോ? അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടായൊരു ക്ഷീണമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് അല്ലായിരുന്നോ? ഒന്ന് പുറത്തിറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ആ ക്ലാസ്സിൽ ഇരുന്നിരുന്നിരുന്ന് അങ്ങനെ വന്നൊരു ക്ഷീണമാണ്. എന്നിട്ട് ക്ലാസ് കേട്ട് കേട്ട് വല്ല ഗുണം ഉണ്ടായോ? ഉയ്യോ, ഗുണമുണ്ടായോന്നോ? പരമാനന്ദമല്ലേ പരമാനന്ദം. എൻ്റെ ജീവിതത്തിലെ ഇന്നലെ വരെ ഉണ്ടായിരുന്നതെല്ലാം മാറി. ഇപ്പം ഞാൻ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. നമ്മളെല്ലാവരും കൂടി അവിടെ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ ഇനി ഒരിക്കൽ പോകണം. വലിയ അനുഭവമാണ്, വലിയ മാറ്റമല്ലേ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും പോവാം. അല്ല, ലക്ഷ്യബോധമാക്കാനുള്ള ടിപ്സ് ഒക്കെ അച്ഛൻ ഞങ്ങൾക്കും പറഞ്ഞു തരത്തില്ലേ? അവിടെ ആ കൗൺസിലിംഗ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ അത് പോരാ. നീ ഒരു ആൺകുട്ടിയല്ലേ, നീ ആ കൗൺസിലിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതൊരു വലിയ അനുഭവമാണ് മോനെ. അല്ല അച്ഛാ, എനിക്ക് ഉത്തരവാദിത്തം വരാനുള്ള ടിപ്സോ? മോളെ, ഉത്തരവാദിത്ത ബോധം വളർത്തുന്നതിനുള്ള ടിപ്സും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഞാൻ മോൾക്ക് പകർന്നു തരും. ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ, ഞാൻ 1-ാം തീയതി ഇവിടെ കാലുകുത്തിയോണ്ടല്ലേ ചേട്ടൻ ആ കൗൺസിലിങ്ങിന് പോകേണ്ടി വന്നത്. ക്ഷമിക്കണം. മോൾ 1-ാം തീയതി ഇവിടെ വലതുകാല് വെച്ച് കയറിയതിൻ്റെ ഫലമായിട്ടല്ലേ എനിക്ക് ഈ മഹാ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ എനിക്ക് ലഭിച്ചത്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. അല്ല, അത് മാത്രമല്ല, 1-ാം തീയതി ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിലെ പൈസ ആരും തിന്നും കുടിച്ചും കൊണ്ടുപോയില്ലല്ലോ. കറക്റ്റ്. എന്തോ ഒരു പൊരുത്തക്കേട്. മനോഹരനെ അറിയുവാ? മനോഹരം. മനോഹരമല്ല, മനോഹരൻ. മനോഹരൻ അറിയുവാ? എവിടെയോ കേട്ടപ്പോഴൊരു പേര്. അവനിവിടെ വന്നായിരുന്നു. ഈ പൈസ നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. നിങ്ങൾ മേടിച്ചു കൊടുത്ത ബ്രാൻഡിയുടെ പൈസ. മനോഹരനെ അല്ല, ബാക്കിയും കൂടി പറയാനുണ്ടമ്മേ. 100 രൂപ നിങ്ങൾക്ക് ടിപ്പ്, 50 രൂപ വേണുക്കുട്ടന് ടിപ്പ്. ഇനി ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. മനോഹരൻ ആരുടെ ഓസിന് കഴിക്കില്ല എന്നും കൂടെ പറയാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്കുള്ള ടിപ്പ് ഞാൻ തരാം. എടി മോളെ, അകത്തുകൊണ്ട് ടിപ്പ് കൊടുത്താൽ മതി. അതത്രേ ഉള്ളൂ അമ്മേ. ആ, വാ. ഈ ചേട്ടൻ ഒരിക്കലും നന്നാവൂല്ലമ്മേ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും പ്രകാശൻ ഇനി ഒരിക്കലും നന്നാവാൻ പോണില്ല. മോളെ കൊല്ലണ്ട.